പെൺകുട്ടി പഠിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയ്ക്കും ഇവൾക്ക് മൊട്ടയാണ് കിട്ടാറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഇവളൊരു കാട്ടിലെ വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് അവൾക്ക് നെക്സ്റ്റ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു എക്സാം നടക്കാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ജപ്പാനിലെ പ്രൈം മിനിസ്റ്റർ ആരാണ് എന്നതായിരുന്നു. അതിന്റെ ഉത്തരം പോലും അറിയാത്ത അവള് വെറുതെ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് വരണമെന്ന് കരുതി അടുത്തിരിക്കുന്ന അവളുടെ ഫ്രണ്ടിന്റെ പേര് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതി വെക്കുന്നു. പിന്നെ ഒന്നിന്റെയും ക്വസ്റ്റ്യൻ പോലും വായിച്ചു നോക്കാതെ അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ അവളുടെ ആൻസർ ഷീറ്റ് ക്ലാസ് ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ കാട്ടിലെ വിഗ്രഹവും തിളങ്ങാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ തന്നെ പുറത്തെന്തോ വാങ്ങാൻ പോയ അവളുടെ കൂട്ടുകാരനെ ഇപ്പൊ അവള് ടിവിയിൽ കാണുകയാണ്. എന്താണെന്ന് നോക്കുമ്പോൾ അവള് ഉത്തരത്തിൽ എഴുതിയ പോലെ തന്നെ അവനിപ്പോ ശരിക്കും ആ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കാണ്. അതേപോലെ തന്നെ ആൻസർ ഫിൽ ചെയ്യാത്ത രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരെ ഇപ്പൊ കാണാനുമില്ല. ഇവളിങ്ങനെ ആൻസർ എഴുതിയത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ അവള് ഉടനെ തന്നെ ആ ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യുന്നു. അപ്പൊ തന്നെ തിരിച്ച് എല്ലാം നോർമൽ ആയിട്ട് മാറുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ പേര് അറിയാമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണേ.